ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗെയിമേഴ്സ്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഇന്ന് കളിക്കാൻ വീണ്ടും പോകുകയാണ് സ്റ്റീലേബ്രൻ റൂട്ട്. പക്ഷേ ഈ സ്റ്റീലേബ്രൻ റൂട്ടിൻ്റെ മോഡേൺ ആണ് കേട്ടോ. എൻ്റെ സ്റ്റീലേബ്രൻ റൂട്ടിൻ്റെ ഒറിജിനൽ സർവറില്ല, കാരണം പറഞ്ഞ് ഇനി റോബക്സ് കൊടുത്ത് സെറ്റ് ആക്കണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ സർവർ ബാനായി പോയത്, അതുകൊണ്ട് ഇനി കളിക്കാൻ പറ്റൂല. സർവറാണ് ബാനായി പോയത്, അതുകൊണ്ട് ഇനി റോബക്സ് കൊടുത്ത് ഇനി സർവർ എടുക്കണം. പക്ഷേ എൻ്റെ റോബക്സ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇന്ന് മോഡേൺ ആണ് കളിക്കാൻ പോണത്. ഓക്കെ, മോഡേൺ ഗെയിമിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് തന്നെ നമ്മുടെ ബേസ് നമുക്ക് ഒരു നിലയല്ലേ ആയിട്ടുള്ളൂ, ഫുൾ നിലയാക്കാം. ഈ ഗെയിമിൻ്റെ പേരെങ്ങനെ പറഞ്ഞാലേ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതിനകത്ത് 18 റീബർത്ത് ഉണ്ടാവും. നമ്മൾ 0-ലാണ് നടക്കുന്ന 18 റീബർത്ത്. ഓക്കെ ഗൈസ്, 18 റീബർത്ത് ആയിട്ടുണ്ട്. 18 റീബർത്ത് ആകുമ്പോൾ ഒരു ഗ്ലിച്ച് ഉണ്ട്. ഇനി നമുക്ക് മണി സെറ്റാക്കാം. നോക്കുന്നില്ല, 9 മതി. ആഡ് ചെയ്യാം. ഇതെന്തൊരു ഗ്ലിച്ചായോ? അയ്യോ, ഇത്ര മണിയൊന്നും ഇന്നതാക്കാൻ പറ്റൂല. എററായി പോയി. പൈസ ഇത്രയൊന്നും ആഡ് ചെയ്യാൻ പറ്റൂല. അപ്പോ ഇന്ന് പൈസ ഇതാക്കാൻ പറ്റുന്നില്ലടാ. സോറി ഗൈസ്, എന്റെ തെറ്റാണ്. ഞാൻ അവിടെ ഓയൊക്കെ അടിച്ചു കൊടുത്തേക്കുന്നു. എന്തിനാന്തോ. സോറി, അത് എന്റെ മിസ്റ്റേക്ക്. ഗെയിമിനൊരു കുഴപ്പമില്ല. ഓ, ഇനിയും പൈസ വേണോടാ. ഞാൻ അവിടെ എന്തൊരു അണ്ടർസ്കോർ ഒന്നൊക്കെ അടിച്ചതാണ്. അതാണ് ഗൈസ് തെറ്റ് പറ്റിയ. ഗെയിമിനൊരു കുഴപ്പമില്ല, എനിക്കാണ് കുഴപ്പം. ഒട്ടത്തരവും മണ്ടത്തരവും എല്ലാം പറയുന്നത് ഞാൻ. പിന്നെ ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ് മാറ്റിയിട്ടുണ്ട്. ഇതാണിപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, നമുക്ക് ഈ ജെയിൻ പോർഷൻ നമ്മുടെ മെയിനിൽ ഒരു റീബർത്തും കൂടെ ചെയ്തെങ്കിൽ കിട്ടും ഗൈസ്. പിന്നെ ഞാൻ ഇതിനകത്ത് അഡ്മിൻ പേരിലുണ്ട്. നമുക്ക് മോർത്ത് ചെയ്യാം. ഞാൻ ഒന്നും ആയില്ലടാ, ജെയിൻ്റെ പോഷൻ കുടിച്ചോണ്ടാണ്. പിന്നെ എൻ്റെ ഇതിനകത്ത് കുറെ റോബക്സ് ഉണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. നമുക്ക് ഞാൻ ഇത് റോബക്സ് ഇതിനകത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അഡ്മിൻ ബാരിലൊക്കെ നമ്മൾ മേടിച്ചപ്പോഴേ 3 ലക്ഷം റോബക്സ് കൂടെ ഉണ്ട്. പൈസ നമുക്കൊരു വിഷയമല്ല. പണം പോട്ടെ, പവർ വരട്ടെ. ഏത് ഓക്കെ ഗൈസ്, ഇതിനകത്ത് പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ സാമിയാണെങ്കിൽ നമ്മളെ ബേസിൽ വന്നിട്ട് ഈ സാമി നമ്മളെ ബേസിൽ സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കൂലേ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഗിയേഴ്സിൽ ഡിലീറ്റ് ഹാമർ എന്ന് പറയുന്നൊരു ഇതുണ്ട്. ഹാമർ എന്ന് അടിച്ചാൽ അത് വരും. വന്നില്ല, വന്ന് ഇത് വെച്ചിട്ട് ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇത് ഇടാൻ പറ്റും, നമ്മുടെ കമാൻഡ് ഇടാൻ പറ്റും. ഹായ്
എടാ അയ്യോ അതല്ല ഇതിനകത്തല്ല ചെയ്യുള്ള ഷോണി മതി പോടെ അനൗൺസ് ചെയ്യാം. ഹായ് ഗോയ്സ് ഇപ്പൊ വരും ആകണ്ട വന്ന്. ഹായ് ഗോയ്സ് ഹായ് ഗോയ്സ് പിന്നെ കുറേ നാൾ വീഡിയോ ഇടാത്ത അത് ഫോൺ ശരിയാക്കി കടയിൽ കൊടുത്തായിരുന്നു ഗീസിൻ്റെ പ്രോബ്ലം. അതുകൊണ്ടാണ് നമ്മൾ ഇതാക്കാത്തത്. ഓക്കെ എടാ നമുക്ക് ഇതിനകത്ത് ഇതാക്കാൻ പറ്റും, കോഡ് ഇടാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്ക്. ഗെയിം 190 ഇതാണ് കോഡ്. ഏത് ബ്രെയിൻ റൂട്ട് ഇട്ടതല്ലേ? വെരി റെയറസ്റ്റ് ബ്രെയിൻ റൂട്ട് ആയിട്ടുള്ള ഹെഡ് വരൂല. ഹെഡ് ഇപ്പൊ ഹെഡ് ഇതെന്ത് വരാത്തനെ? ഹെഡ്ലെസ് ഒന്നും അടിച്ചല്ല, ഓജീസ് ഒന്നും അടിക്ക. ഞാൻ അടിക്കാൻ പോണേ 3 to head. ഹെഡ്ലെസ് ഓടിക്കുമ്പോ ഇല്ല, വേറെ ഒരു ഹെഡ്ലെസ് ഇല്ല. ഉണ്ട് വേണ്ടിയിരിക്കുന്നു. മ്യൂട്ടേഷൻ 1 ആയിട്ടുള്ള ഫാൻഡം സ്റ്റോക്ക് 1000, പക്ഷെ 100 മതി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരേണേ. ഓക്കെ ഇതാക്കിയിട്ടുണ്ട്. കോഡ് അടി, പെട്ടെന്ന് കോഡ് അടി. എല്ലാരും കോഡ് അടിച്ചാൽ ഇപ്പൊ കിട്ടും. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഫസ്റ്റ് എനിക്ക് വേണം. അയ്യോ ഗെയിം പെട്ടെന്ന് മാസ്റ്റർ പെട്ടെന്ന് 190 Headless Horseman. Headless Horseman. എല്ലാരും ടൈപ്പ് ചെയ്തോടി ഇപ്പൊ കിട്ടുവേ. മോഡേൺ ആണ്. പിന്നെ എല്ലാരും ഒരു ഗ്ലിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വർക്കൗട്ട് ആവൂല ഗൈസ്. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഇങ്ങനെ പിടിച്ച് കണ്ടത് വർക്ക് ആവൂല. അങ്ങനെ ഇതാക്കുമ്പോ നമ്മള് പുറത്തോട്ട് ഈ ബ്രെയിൻ റൂട്ടിനെ ഒരു ചാൻസും ഇല്ല. ഓക്കെ നമുക്ക് നമ്മുടെ മോർത്ത് ചെയ്ത് നോക്കാം നമ്മുടെ ഏത് ബ്രെയിൻ റൂട്ടാണോ വന്നത്. ഒരു ടെർബോ ഡ്രമിലല്ലേ ഹാക്കർ വരൂ. ടെർബോ ഡ്രമിലേക്ക് എടാ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കിയാലോ. മിഷനൊക്കെ കൊണ്ടുവരാൻ പറ്റും ഗൈസ്. ഞാൻ ഒന്ന് റീസ്പോൺ അടിക്കട്ടെ. ഓക്കെ നമ്മളെ പണ്ടത്തെ മിഷൻ ഉണ്ടല്ലോ, ക്രാഫ്റ്റ് മിഷൻ. ക്രാഫ്റ്റ് മിഷൻ നമുക്ക് ഹെഡ്ലെസ് കൊണ്ടുവരാം. ഹെഡ്ലെസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രെയിൻ റൂട്ടാ. $100 അതെല്ലാരും കാണുമല്ല. സ്റ്റോക്ക് നമുക്കൊരു ഒരെണ്ണം നമ്മൾ മാത്രല്ലേ ഉള്ളു. സോറി റിസൾട്ട് നമുക്ക് ഏത് ബ്രെയിൻ റൂട്ട് വയ്ക്കാം. എല്ലാരേലും കാണുമല്ലോ
Giraffa celeste. അയ്യോ തിരിച്ച് അമ്പോ സോറി ക്രാഫ്റ്റ് ഇല്ലായിരുന്നല്ലേ പൊട്ടത്തരം അല്ലാതെ ഞാൻ കാണിക്കൂലേ. നമുക്ക് റിമൂവ് ചെയ്യണ്ടേ. സോറി ഗൈസ് പൊട്ടത്തരം കാണിച്ചു. ആ സെറ്റ് ചെയ്ത് ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സെറ്റ് ബ്രെയിൻ റൂട്ട് റീഡർ. അയ്യോ സോറി. ആ നമുക്ക് സ്നാപ്പ് ചെയ്യാം. സ്നാപ്പ് അല്ലേ നമുക്ക് ഏറ്റവും അത്യാവശ്യം. സ്നാപ്പ് ലൊക്കേഷൻ മൈ ബേസ്. ഓ ഈ ലൊക്കേഷൻ ഇതാണല്ലേ. നമുക്ക് ഗ്രാനി കൊടുക്കാം. യൂസർ നെയിം എന്റെ യൂസർ നെയിം അല്ലേ നിഞ്ച നിഞ്ച 1838 അയ്യോ പൊട്ടത്തരം കാണിക്കില്ലേടാ. പിന്നെ പറയാൻ പറഞ്ഞു ഡു ലൈക്ക് സബ്സ്ക്രൈബ്. എക്സ്ട്രാ ഈവന്റ് അതേത് ഈവന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ കേലസിന്റെ ടൈപ്പ് ഇരിക്കട്ടെ. ഇപ്പൊ ഒരു ചമ്മി കൂൾ ഡൗൺ ആയിട്ടിരിക്കുക. 11 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ. നോ വേ. ഒരു സെക്കൻഡും കൂടെ മതി. എടാ എന്താടാ വരാത്ത? നോർമൽ എടുക്കാൻ വാ. ഗൈസ് എനിക്ക് പറ്റണില്ല. അയ്യോ എടാ പോടാ. നിങ്ങൾ കളിയാക്കണ ഇന്ന്. എടാ ഒന്നും വരുന്നില്ലല്ലേടാ. എടാ സ്നാപ്പ് ഒന്നും വരുന്നില്ല. ഇത് പറ്റിപ്പാണേ. എനിക്ക് വയ്യടാ. എടാ ഞാൻ അടിച്ചതിന്റെ കുഴപ്പമാണോ ഇനി? 18 38 18 38. എന്റെ മിസ്റ്റേക്ക്. 4 കൂടെ ഉണ്ട്. ഇപ്പൊ ഒരു നോക്കണേ. ചമ്മി എടാ പൂടെ ഞാൻ കറക്റ്റ് ആയിട്ട് അടിച്ചേ. 18 38 94 18 38 94 18 38 94. പൊട്ടത്തരേടാ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലേടാ. ദേഷ്യം വരും ഗൈസ്. അഡ്മിൻ അബ്യൂസാ.
ഇതെന്താ സ്റ്റീൽ ബ്രെയിൻ റൂട്ടിന്റെ ഇതടാ? ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കല്ലേ? എടാ ഇന്നാ പിന്നെ ഞാൻ ഇനി അടുത്ത ഇത് വീഡിയോ ഇടും. ഐ ഗോട്ട് എ ജിഞ്ചർ ഡ്രാഗൺ എന്ന് പറഞ്ഞു. അതിലെ ഐ ഗോട്ട് എ ഹെഡ്ലെസ്. ഇത് കിടില സംഭവം. പിന്നെ നമ്മള് ബേസ് കിറ്റ്സ് നോക്കിയില്ല, പൊട്ടത്തരൂടാ. ഇങ്ങനെ നോക്കാം. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ബേസ് കിറ്റ് ആദ്യം തൊട്ട് തുടങ്ങാടാ. ഫാൻ്റെ ബേസ് കിറ്റ് ഫസ്റ്റ് തന്നെ ഗോൾഡ്. പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലടാ. കാരണം എന്ന് വെച്ചാൽ പുറത്ത് മാത്രം ഗോൾഡായിട്ട് കൊടുത്തിട്ട് അകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു ഇതില്ലടാ. കാരണം ഈ ഫ്ലോർസ് അത് കൊള്ളൂല. എല്ലാ ഫ്ലോറിലും അങ്ങനെ തന്നെ, തേർഡ് ഫ്ലോറിലും ഒന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, അടുത്ത ബേസ് കിറ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഒട്ടും കൊള്ളൂല. അടുത്തത് ഏത്? ഡയമണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പുറത്ത് മാത്രമേ നല്ല രീതിയിൽ കൊടുത്തിട്ടുള്ളൂ, അകത്ത് അത്ര ഇതാക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് മണ്ടയിലെ കൊല്ലം വേണം, അതൊക്കെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ട ബേസ് അല്ല. നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ട ബേസ് ആവൂല എന്നായിരിക്കും എൻ്റെ ഒരു പ്രതീക്ഷ. അടുത്തത് റെയിൻബോ ബേസ്. എടാ ഒന്നും പറയാനില്ലടാ, കിടിലൻ ബേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബേസ് കിറ്റാണ് ഈ ബേസ് കിറ്റ്. ഫേവറേറ്റ് വരും, 5ാമതെങ്കിലും വരും. കാരണം കിടിലൻ ബേസ് എടാ. കാരണം വെച്ചാൽ നിന്നങ്ങ് തിളങ്ങുന്ന ബേസ്, പിന്നെ അകത്തൊക്കെ ഇതുണ്ട്. പക്ഷെ 5ാമതാവുള്ള കാരണം വെച്ചാൽ മണ്ടയിൽ മാത്രം ഒന്നുമില്ല. അതാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തത്. നമുക്ക് നല്ല ഇഷ്ടമുള്ള ബേസ് ആയിരിക്കും അടുത്തത് ലാവ. ഓക്കെ, ഒന്നും പറയില്ല, വെറും അഴുക്ക് ബേസ്. കാരണം എന്ന് വെച്ചാ അയ്യോ എടാ, അകത്തൊന്നും ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടില്ലടാ. അത് മാത്രല്ല ഒരു സിമ്പിൾ ബേസ് ആണ്. അതായത് ഇത്തിരി അങ്ങനെ ഇതാക്കാതെ ഫസ്റ്റത്തെ ഇതായതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം അത്ര ഇതും ആക്കിയിട്ടില്ല, ഒരുമാതിരി ഇരിക്കുന്നുണ്ട്, എനിക്കത് ഇഷ്ടമല്ല.
Los Lucky Blocks. ലക്കി ബ്ലോക്ക് വന്ന്. Los Lucky Blocks. ലക്കി ബ്ലോക്ക് വന്നടാ. ഇതിനകത്തെങ്കിലും ഭാഗ്യം ഉണ്ടാടേ. കാർക്കൂറിന്റെ സംഭവം വന്നു. അയ്യോ, ആന്തരാവട്ടെ ഉണ്ട. ഓ, എനിക്ക് സ്പിൻ ചെയ്യണ്ടല്ലോ. എനിക്ക് ഈ ബേസ് സ്കിന്ന് നല്ല ഇഷ്ടമാണ്. നല്ല രസമാടാ ഈ ബേസ് സ്കിന്ന്. പക്ഷേ ഈ സ്ട്രോബെറി ഇതാണ് എനിക്ക്. ഹെഡ്ലെസ് ആണ് ഫസ്റ്റ്. സെക്കൻഡ് കബഡി തന്നെ. കബഡി ടോയ്ലറ്റിന്റെ ബേസ് സ്കിന്ന്. കാരണം എൻ്റെ മണ്ടയിൽ ഇങ്ങനത്തെ സാധനങ്ങളുള്ള എനിക്ക് ഇഷ്ടമാണ്. അതുമാത്രമല്ല അതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം ഇതാക്കി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സെയിം ലക്ക് തന്നെടേ. അതൊക്കെ തന്നെ ഓക്കെ. പിന്നെ ഉള്ളത്, പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് മിയാവുളല്ല, സ്ട്രോബെറി എലിഫന്റും അല്ല, വേറെ ഒന്നുണ്ടല്ലോ. മിയാവുൾ ബേസ് സ്കിൻ. കൈയട്ടി മാറിപ്പോയി. കാരണം വെച്ചാൽ അതിന്റെ പിറകില് ചിറകുണ്ട്. അത് കറക്റ്റ് തന്നെ. നല്ല രീതിയിൽ ഗ്ലിച്ചടിക്കുന്നു. ഞാൻ ഒന്ന് ചാവട്ടെ. ശരി, ഞാൻ ഒന്ന് ചെയിൻ്റെ പോഷൻ കുടിക്കട്ടെ. ഓക്കെ, അതിന് എത്തിരി ഗ്ലിച്ച് കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കണ്ട. അതിന്റെ പിറകിൽ ആ ലീഫ്, അതിന്റെ ആ ഇത്, പിന്നെ അതിന്റെ ആ ചെവി, പിന്നെ അകത്തൊക്കെ ഡെക്കറേറ്റ് അതിന്റെ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതിലെങ്കിലും ഇഷ്ടം. തേർഡാണ് നമ്മളെ സ്ട്രോബെറി എലിഫന്റ് ബേസ്. കാരണം എന്ന് വെച്ചാൽ വെറും ഒരുമാതിരിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ഇതാണ്. മണ്ടേല് ഒരു സ്ട്രോബെറി ഇത് എടുത്തേക്കുന്നത് അങ്ങനെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. കേസിന്റെ കാരാണ് ഇതാക്കി വെച്ചേക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ബേസ് ഒന്നുമല്ല ഗൈസ് ഈ ജോൺ പോർക്കിന്റെ ബേസ്. സത്യം പറയാം, ഒട്ടും കൊള്ളൂല. ഇതൊക്കെ എന്തേരാടാ ആക്കി വെച്ചേക്കുന്ന. ഒട്ടും കൊള്ളൂല. എനിക്ക് പണ്ടേ ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പണ്ട് വന്നപ്പോഴും ഇഷ്ടമല്ലായിരുന്നു. അതിന്റെ ബേസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേസ് അതാണ്. ബാക്കിയുള്ളത് ഞാൻ നോക്കുന്നില്ല. കാരണം അറിയാം ഇടി. ഞാൻ ഒന്നേ ഇതെന്തേരിന്റെ അഡ്മിൻ പാനലൊന്നും കാണാനില്ലല്ലോ. നമുക്ക് നമ്മളെ ലക്ക് നോക്കിയാലാ. ഹെഡ്ലെസിന്റെ നമ്മളൊന്ന് നമുക്ക് ഇതൊന്ന് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ബേസ് സ്കിന്ന് മാറ്റിട്ട്. ജോൺ പോർക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഹെഡ്ലെസ്. പിന്നെ ഒരു ബേസ് സ്കിൻ ഇതാ പറഞ്ഞു. ഏറ്റവും 6 മില്യൺ റോബക്സ് ഇട്ടിട്ട് കിട്ടുന്നതാണ് ഈ ബേസ് സ്കിൻ. ഒന്നും പറയാനില്ല, ഒട്ടും കൊള്ളു. ചുമ്മാറിഞ്ഞടാ, കിടിലം ബേസ് സ്കിന്നാണ്. തിളങ്ങിക്കോടാ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല കിടിലം ബേസ് സ്കിന്നില്ലേ. പിന്നെ എനിക്ക് ഒരു ഫേവറേറ്റ് പീസ് കൂടെ ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചില്ല. അതിവിടെ കണ്ടുണ്ട്. ഡിഫൈൻ. എടാ ഒന്നും പറയില്ലടാ. അയ്യോ എടാ, ഇനി ചിറകൊക്കെ ഉണ്ടല്ലോ. ചിറകൊക്കെ ഗ്ലിച്ചടിച്ച് ചിറകൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുന്നു. അതാണ് ഒട്ടും കാണാൻ കൊള്ളാത്ത. നാളെ ലക്ക് നമ്മളിത് റോബക്സ് പൊട്ടിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലേ. പൊട്ടിക്കാൻ കേസ് റോബക്സ് ആവശ്യം പോലെ ഇരിക്കുകയാണ്.
നമ്മൾ ഇത്തിരി ബ്രെയിൻ റൂട്ട് കോഡ് ലക്കി ബ്ലോക്ക് മേടിച്ച് സീക്രട്ട് ലക്കി ബ്ലോക്ക് മേടിച്ച് ലക്കി ബ്ലോക്ക് കാണാൻ പറ്റും. ഞാൻ ഇൻവിസിബിൾ ആക്കിയിട്ടേക്കാണ്. ചുമ്മാ കേസ് ഇടാണ്. ഫസ്റ്റ് ലക്കി ബ്ലോക്കിൽ നമുക്ക് ടോർട്ടോയിനെയാണ് കിട്ടിയത്. രണ്ടാം ലക്കി ബ്ലോക്ക്, മൂന്നാം ലക്കി ബ്ലോക്ക്, നാലാം ലക്കി ബ്ലോക്ക്, അഞ്ചാം ലക്കി ബ്ലോക്ക്. എന്ത് ഭാഗ്യമല്ലേ, ഒരു താരം പോലും കിട്ടിയില്ല. ഇത്രയും പൈസ സാധനം എന്ന് പറഞ്ഞാൽ ആർക്കാരും കയറിയില്ലേ. ഇവിടെ നമ്മളെ ബ്രെയിൻ റൂട്ട് കോഡ് ലക്കി ബ്ലോക്സ് ആണ്. അല്ലേ ബ്രെയിൻ റൂട്ട് കോഡ് ലക്കി ബ്ലോക്ക് അല്ലല്ലോ. ഈ രണ്ട് പ്ലെയർ ബ്രെയിൻ റൂട്ട് കോഡ് എന്റെ മോനെ റെയർ ആയിട്ടുള്ള ഒരൊറ്റ സാധനം കിട്ടി. ഞാൻ എടുത്ത് കഴിക്കും. നമ്മുടെ ബ്രെയിൻ റൂട്ടിനെ ഒന്നും വരുത്തിയില്ല ഗൈസ്. അപ്പം ലെങ്ത് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ കുറച്ച് ലെങ്തായി, അതിൻ്റെ ഒപ്പം സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ വരും. അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും. എല്ലാവരും ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ബൈ ഗൈസ്.